തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. വനവിഭവം ശേഖരിക്കാൻ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിച്ച 2 ആദിവാസികളെ ആന ആക്രമിച്ച് കൊന്നു. വാഴച്ചാൽ സ്വദേശികളായ അംബികയ്ക്കും സതീശനുമാണ് ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളിയിൽ 2 ദിവസത്തിനിടെ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. അതേസമയം അടിയന്തര റിപ്പോർട്ട് തേടി വനം മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. വനം വകുപ്പ് മേധാവിയോടാണ് ഇടക്കാല റിപ്പോർട്ട് തേടിയത്. ഇടക്കാല റിപ്പോർട്ടിന് ശേഷം വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വനം മന്ത്രി. അപ്പൊ ആ സാഹചര്യം എന്താണ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ജീവൻ എവിടുന്നായാലും ജീവനാണല്ലോ. അപ്പൊ ആ ഒരു നിലപാടെടുത്തിട്ട് പിന്നെ ഒരു അടിയന്തരമായിട്ട് ഒരു റിപ്പോർട്ട് പെട്ടെന്ന് ഇടക്കാല റിപ്പോർട്ട് തരാനും വിശദമായ റിപ്പോർട്ട് പിന്നെ നൽകാനും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അശ്വിനിയും ബിനിലുമാണ് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം അശ്വിനിയിലേക്കാണ്. അശ്വിനി, 2 ദിവസം കൊണ്ട് 3 ജീവനുകൾ എന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച്, വളരെ ചെറിയ ആദിവാസികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഓരോ ജീവൻ നഷ്ടമായാലും അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ എത്രത്തോളം ഗുരുതരമാണ് അതിരപ്പള്ളിയിലെ സാഹചര്യം എന്ന് വ്യക്തമാക്കുന്നതാണ്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? എങ്ങനെയായിരുന്നു ആക്രമണം ഉണ്ടായത്? എങ്ങനെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത്? അശ്വിനി, ബിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആക്രമണം, അതായത് 13-ാം തീയതി രാത്രി കാട്ടാന ആക്രമണത്തിൽ 20കാരൻ മലക്കപ്പാറയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അടുത്ത 24 മണിക്കൂറിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. 4 പേരടങ്ങുന്ന സംഘം വനാതിർത്തിയിൽ അല്ലെങ്കിൽ വനത്തിന് സമീപമായി കുടിൽ കെട്ടി താമസിച്ച വനവിഭവങ്ങൾ ശേഖരിച്ചു വരികയാണ്. അവരിപ്പം ഇന്നലെ ഇതുപോലെ തന്നെ വനം വിഭവങ്ങൾ ശേഖരിക്കാൻ പോയി മടങ്ങി വരുമ്പോഴാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുന്നത്. കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിച്ചതോടുകൂടി 4 പേരും ചിതറി ഓടുകയായിരുന്നു. ഇതിൽ സതീഷും അംബികയുമാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അംബികയുടെ മൃതദേഹം നദിക്കുള്ളിലും സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്തുമാണ് ലഭിച്ചത്. ഇവരുടെ കുടിലുകളും കാട്ടാനാക്രമണത്തിൽ തകർന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആക്രമണം ഉണ്ടായ വഞ്ചിക്കടവ് എന്ന് പറയുന്ന ഭാഗം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വിനോദസഞ്ചാരികളടക്കം പിക്നിക്കിന് ഒക്കെ എത്തുന്ന ഒരു മേഖല കൂടിയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വനമേഖലയായിട്ട് തന്നെ കരുതാനാകില്ല. വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് വനമേഖലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് നമുക്ക് പറയാനാകില്ല. അതിനാൽ തന്നെ ഇത് ഈ വനമേഖല വിട്ട് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുവെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതിൽ പുറത്തു വരുന്ന വേറൊരു റിപ്പോർട്ട്, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത്, മഞ്ഞക്കൊമ്പൻ എന്നൊരു ആന, അവർ നാട്ടുകാർ തന്നെ ഒരു പേരിട്ടതാണ് കാട്ടാനയ്ക്ക് മഞ്ഞക്കൊമ്പൻ എന്ന്. ആ മഞ്ഞക്കൊമ്പൻ എന്ന് പറഞ്ഞ കാട്ടാന മതപ്പാടിലാണ്. ആ ആനയാകണം ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നൊരു നിഗമനത്തിലാണ് നാട്ടുകാരുള്ളത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന അടക്കം തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം താമസിയാതെ തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. എന്നാൽ ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 3 പേരാണ് കൊല്ലപ്പെടുന്നത്. ഇതിനെ നിസ്സാരമായി തന്നെ കാണാനാകില്ല. വനംവകുപ്പും ഇതിൽ തീർച്ചയായിട്ടും ഇടപെടലും ഉറപ്പായും വനംവകുപ്പ് മന്ത്രി പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അശ്വിനി തുടരുക. ഇപ്പോൾ ബിനിൽ ലീല സാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, വനംവകുപ്പ് മന്ത്രി വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായി മന്ത്രി പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനത്തിനുള്ളിലാണ് ഈ കാട്ടാന 2 പേരെ കൊലപ്പെടുത്തിയാണ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് ഏത് സാഹചര്യം എന്നാണെന്ന് അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. അതിനാണ് വനവകുപ്പ് മേധാവിയോട് ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തായാലും 2 പേരുടെ മരണം ദുഃഖകരമായ കാര്യം എന്നാണ് വാർത്തയെന്നാണ് മന്ത്രി ആദ്യം പ്രതികരിച്ചത്. നിലവിൽ എന്തായാലും വിശദമായ റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മരിച്ച ആളുകൾക്കുള്ള ആശ്വാസ ധനസഹായമാണ്. അക്കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും അത്തരം ധനസഹായം നൽകുന്ന കാര്യത്തിലേക്കടക്കം പരിശോധന പോവുക. ആ കാര്യങ്ങൾ പഠിച്ച ശേഷമാകും മുന്നോട്ട് പോകുക. എന്തായാലും ആശ്വാസ ധനസഹായം നൽകും എന്ന് തന്നെ മന്ത്രി പറയുന്നത്. മാത്രമല്ല, വനത്തിനുള്ളിലാണോ ഈ കാട്ടാന കൊലപ്പെടുത്തിയെന്ന സംശയമുണ്ട്. അതായത് അത്തരത്തിലുള്ള വിവരം മാത്രമാണ് ലഭിച്ചതെന്നാണ് മന്ത്രി പറയുന്നത്. അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബിനിൽ. ഓക്കെ ബിനിൽ, തുടരുക. ഇപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു നാട്ടുകാരൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്താണ് ആ വ്യക്തിക്ക് പറയാനുള്ളതെന്ന് കേട്ടുവരാം. അവിടുത്തെ സാഹചര്യം എത്രത്തോളം രൂക്ഷമാണ് എന്നുകൂടി കേട്ടുവരാം. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട്, പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ആ കൊച്ച് ഇതിലെ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് 2 ആളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്.
ലെവിൻ കെ വിജയൻ കൂടി തൃശ്ശൂരിൽ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, വനം വകുപ്പ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ബിനിൽ പങ്കുവെക്കുന്നത് വനത്തിനുള്ളിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയിൽ നമ്മൾ ഈ കാണുന്ന പാറ ഉൾപ്പെടെയുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് വെച്ചാണ് എന്നുള്ളത് നേരത്തെ വ്യക്തമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് വനത്തിന് ഉള്ളിലാണോ അല്ലെങ്കിൽ വനാതിർത്തിക്ക് പുറത്താണോ ലെവിൻ? ബിനിൽ, ഈ പ്രദേശം എന്ന് പറയുന്നത് അതിരപ്പള്ളി വാഴച്ചാൽ മേഖല എന്ന് പറയുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ ഉൾപ്പെടുന്ന വനപ്രദേശം തന്നെയാണ്. അവിടെ തന്നെയാണ് ഈ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ശീലിച്ചവർക്കറിയാം. ഇത് വനത്തിനുള്ളിൽ നിൽക്കുന്ന പ്രദേശം തന്നെയാണ്. അവിടെയാണ് ആദിവാസി ഉന്നതി ഉള്ളത്. വനത്തിനുള്ളിൽ താമസിക്കാൻ വനാവകാശ നിയമപ്രകാരം നിയമപരമായി അവകാശമുള്ള ആളുകൾ തന്നെയാണ് അതിരപ്പള്ളിയിലെ ഉന്നതിയിലുള്ള ആദിവാസി വിഭാഗത്തിലെ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ശരി തന്നെയാണ്. കാരണം വനത്തിനുള്ളിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ, അതായത് ഇവർ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും പുഴ കടന്ന് മറുവശത്ത് ഉൾവനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയ സമയത്ത് മടങ്ങി വരുന്ന വഴിയിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. കൊണ്ട് തന്നെ വനത്തിനുള്ളിൽ വെച്ച് ആക്രമണം നടന്നു എന്ന് വ്യക്തമാണ്. ഏതായാലും വലിയ ഒരു പ്രതിഷേധ സാധ്യത കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ കക്ഷികൾ, വിവിധ സംഘടനകൾ അടക്കമുള്ള കക്ഷികൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടൊരു പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 48 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഈ മേഖലയിലാകെ മരണഭീതി പരത്തിക്കൊണ്ട് 3 പേരുടെ ജീവനാണ് ഇപ്പോൾ തന്നെ നഷ്ടമായിരിക്കുന്നത്. ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ആനയാക്രമണം മേഖലയിൽ അതിരൂക്ഷമായി വരുന്ന പശ്ചാത്തലം നമുക്കറിയാം. അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആനയാക്രമണത്താൽ പൊറുതി മുട്ടിയ മനുഷ്യരുടെ കൂട്ടമാണ് ആതിരപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമായി ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഏതായാലും മരിച്ച 2 പേരുടെയും, സതീഷിന്റെയും അംബികയുടെയും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഈ വനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മൃതദേഹം ചുമന്ന് പുഴയ്ക്ക് മറുവശത്തെത്തിച്ച് ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളാണുള്ളത്. നമ്മൾ ആ വഴിയിലേക്കുള്ള സഞ്ചാര പാതയിലാണ്. ഏതായാലും ഈ നമ്മളവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, അതായത് പരമാവധി മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള നീക്കം നടക്കുന്നത്. നമുക്കറിയാം, വലിയ ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആദിവാസികൾ ആയിട്ടുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിനൊന്നും മുതിരില്ല എന്നുള്ളൊരു ഒരു വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ കക്ഷികളടക്കം ആ വിഷയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വനത്തിനുള്ളിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രദേശവാസികളായിട്ടുള്ള ആളുകളും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നു. പക്ഷേ ഏതായാലും പോസ്റ്റ്മോർട്ടം കൂടി നടക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത് പൂർണ്ണമായും ആനയാക്രമണം തന്നെയാണെന്ന് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് പറയാനാവുകയുള്ളൂ. ഏതായാലും അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവം. ഒരു സംശയമുള്ളത്, ഈ 2 ദിവസത്തിനിടെ 3 മരണമാണല്ലോ ഉണ്ടാകുന്നത്. സെബാസ്റ്റ്യൻ മരിച്ചു, ഇന്നിപ്പോൾ ഇവർ 2 പേർ മരിച്ചിരിക്കുന്നു. ഇത് 2 വ്യത്യസ്ത സംഭവങ്ങളായി തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും പ്രശ്നക്കാരനായ ഒരു ആന വനാതിർത്തിയോട് ചേർന്ന് ആ തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് റാൻഡമായി ഉണ്ടായ ഒരു ആക്രമണം, പല ആനക്കൂട്ടം, അങ്ങനെയാണോ ലെവിൻ? ബിനിൽ, അതിന്റെ ഒരു വ്യക്തത നമുക്ക് ഇനിയും പങ്കുവയ്ക്കാനാവില്ല. കാരണം ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് വനം വകുപ്പ് പോലും ആനയാക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 2 മേഖലയാണ്. അടിച്ചിൽ തൊട്ടി എന്ന് പറയുന്നത് അതിരപ്പള്ളിയും വാഴച്ചാലും പിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ, അതായത് തമിഴ്നാടിനോട് ചേർന്ന് മലക്കപ്പാറയ്ക്ക് സമീപമാണ് അടിച്ചിൽ തൊട്ടി എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയുള്ളത്. അവിടെയാണ് ഈ ആദിവാസി ഉന്നതിക്ക് അടുത്ത് വെച്ചാണ് സെബാസ്റ്റ്യൻ മരണപ്പെടുന്നത്. പക്ഷേ കിലോമീറ്ററുകൾ ദൂരെ വ്യത്യാസത്തിലാണ് ആതിരപ്പള്ളി ഉള്ളത്. ആതിരപ്പള്ളിയിലാണ് ഈ സതീശനും അംബികയും മരണപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യക്തത വരുത്താനോ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വാഴച്ചാൽ DFIയുടേതായിട്ടുള്ള ഒരു അറിയിപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്.
അത് ഇപ്രകാരമാണ്. വാഴച്ചാൽ ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവർ 3 ദിവസമായി കാട്ടിനകത്ത് കുടിൽ കെട്ടി തേൻ ശേഖരിച്ചു വരികയായിരുന്നു. രണ്ടുപേരെയും കാണാനില്ലെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്റ്റാഫ് സ്ഥലത്തെത്തി പരിശോധിച്ചതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളതും അംബികയുടെ ബോഡി പോലീസ് എത്തി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. പോലീസ് അന്വേഷിച്ചു വരുന്നു. മരണകാരണം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാഴച്ചാൽ DFO R ലക്ഷ്മി നമ്മളോട് ഔദ്യോഗികമായി പറയുന്നത്. അതായത് സന്ദേശ രൂപത്തിലാണ് കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കൈമാറിയിട്ടുള്ളത്. പക്ഷേ വനം വകുപ്പ് ഇത് കാട്ടാന ആക്രമണം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം നടത്തുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാനാവുകയുള്ളൂ എന്നുള്ളൊരു സമീപനമാണ് അല്ലെങ്കിൽ നിലപാടാണ് അവർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ല. അതുതന്നെ ആയിരിക്കും പോലീസും സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ പ്രദേശവാസികളും ജനപ്രതിനിധികളും ഈ ഉന്നതിയിലുള്ള ആളുകളും എല്ലാവരും തന്നെ ഇത് കാട്ടാന ആക്രമണമാണ് തന്നെ ഉറപ്പിച്ചു തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അവർ അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ആനയാക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമാകുന്ന കാലഘട്ടത്തിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന പരാതിയാണ്. അത്തരം ആ പരാതി നിലനിൽക്കെ ഇത്തരത്തിൽ ആനയാക്രമണമാണ് എന്നുകൂടി ഉറപ്പാകുന്ന സ്ഥലത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ആദിവാസി വിഭാഗമാണ്, അസംഘടിതരാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ അടക്കം ഇടപെട്ടുകൊണ്ട് ഒരു പ്രതിഷേധമായി മാറിയാൽ അത് വലിയ തിരിച്ചടി തന്നെ സർക്കാരിനും അധികൃതർക്കും ഉണ്ടാക്കും. ഇക്കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യമായ സഹകരണം ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമല്ലാത്തത്. എത്രയും വേഗം മൃതദേഹം അവിടെ നിന്ന് പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, സൂചനകൾ പ്രകാരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും മൃതദേഹം സ്വീകരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആളുകൾ എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതിദാരുണമായ സംഭവമാണ്. ആതിരപ്പള്ളിയെ സംബന്ധിച്ചുകൊണ്ട്, തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മലയോര വന മേഖലകളിലായി ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ഉറപ്പായും കേരളത്തിന്റെ കാടതിർത്തികളുടെ യാഥാർത്ഥ്യമാണ്, നിറയാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലെവിൻ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 2 ദിവസത്തിനിടെ 3 സാധാരണക്കാരായ മനുഷ്യർക്കാണ്, 2 പുരുഷന്മാർക്കും 1 സ്ത്രീക്കുമാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്നിപ്പോൾ അപകടം ഉണ്ടായതിന് ഏതാണ്ട് കുറച്ച് ദൂരെ മാത്രമാണ് ഇന്നലെ അപകടമുണ്ടാവുകയും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത്. കേരളത്തിൻ്റെ കാടതിർത്തികളിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ, ഒരു ജീവിത പശ്ചാത്തലത്തിൽ കാടതിർത്തികളിൽ കൂടുതൽ താമസിക്കാൻ നിർബന്ധിതമാകുന്നുണ്ട് കേരളത്തിലെ മനുഷ്യർ. വലിയൊരു വിഭാഗം മനുഷ്യർ മലയോര മേഖലകളിൽ വനാതിർത്തികളിൽ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം നൊമ്പരമായി തന്നെ മാറുകയാണ് അതിരപ്പള്ളിയിലെ ഈ 2 സാധാരണക്കാരായ ആദിവാസികൾ ജീവൻ ഇന്നലെ മരിച്ച സെബാസ്റ്റ്യൻ്റേത് അടക്കം. ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വനമന്ത്രി. ലെവിൻ കെ വിജയനും ബിനി ലീല സാബുവും അശ്വിനിയുമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.